എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം പഠിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ആരംഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങൾക്കും അതിൻ്റെ പാഠഭാഗങ്ങൾ വഴിക്രമത്തിൽ അടിസ്ഥാന ഭാഗം മുതൽ ഓരോ എപ്പിസോഡായി അതിൻ്റെ പാഠങ്ങൾ ചാനൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന്ന് ആദ്യമായി ഞങ്ങൾ തുടങ്ങുന്ന ഒരു പാഠഭാഗം ദ സെൻറ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭാഗമാണ്. ഇംഗ്ലീഷ് ബുക്കുകളെല്ലാം കാണുന്ന ഒരു ആദ്യമായി ചാപ്റ്ററായി ഉൾപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഈ സെൻറ്റൻസ് എന്ന ഭാഗം. ഈ സെൻറ്റൻസ് എന്ന ഭാഗം പഠിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ പഠനം ആരംഭിക്കാം. ഈ ഭാഗം അടിസ്ഥാനപരമായി ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ ഭാഗം ദ സെൻറ്റൻസ്. അപ്പോൾ ആമുഖത്തിൽ നമ്മൾ സ്ക്രീനിൽ കാണാം സെൻറ്റൻസ് എന്ന ആ ഒരു ടൈറ്റിലിന് നിർവചനം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇംഗ്ലീഷ് ഭാഷയിലെ സെൻറ്റൻസ്? നമുക്ക് മറ്റ് ഭാഷകളിൽ പോലെ തന്നെ സെൻറ്റൻസ് ഇംഗ്ലീഷിലും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഒന്നാമത് കൊടുത്തത് ശ്രദ്ധിക്കുക. എ സെൻറ്റൻസ് മേ ബി ഡിഫൈൻഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ്. ഒരു കൂട്ടം അർത്ഥമുള്ള ഒരു കൂട്ടം വാക്കുകളുടെ ഗ്രൂപ്പിനെയാണ് സെൻറ്റൻസ് എന്ന് നാം വിവക്ഷിക്കുന്നത്. ഇനി ഏതൊക്കെ തരത്തിലുള്ള സെൻറ്റൻസാണ് ഇംഗ്ലീഷിൽ വരുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. പ്രധാനമായി 4ഓളം സെൻറ്റൻസ് സെൻറ്റൻസ് തരങ്ങളാണ് ഇംഗ്ലീഷിൽ നാം കാണുന്നത്. ഈ സെൻറ്റൻസിൻ്റെ തരം അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഇന്ന് പല മത്സര പരീക്ഷകൾക്കും അത് സാധാരണ സ്കൂളിലെ ഹൈസ്കൂൾ ലെവലിലും SLC ലെവലിലെ പരീക്ഷയ്ക്കും ഇത്തരത്തിലുള്ള സെൻറ്റൻസ് തന്നിട്ട് പരസ്പരം മാറ്റാനും ആ സെൻറ്റൻസ് ഏത് വിധമാണെന്ന് തിരിച്ചറിയാനും പറ്റുന്നുണ്ടോ എന്നുകൂടി ചോദ്യം പരീക്ഷയ്ക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസിൻ്റെ ഈ പൊതു സ്വഭാവം, സെൻറ്റൻസിൻ്റെ തരം നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സ്ക്രീനിൽ കാണുന്നത് പോലെ ഇവിടെ 4ഓളം പ്രധാനമായ സെൻറ്റൻസാണ് ഇംഗ്ലീഷിൽ വരുന്നത്. There are 4 kinds of sentences. One is declarative sentence or assertive sentence or affirmative sentence. Declarative sentence മറ്റ് പല പേരുകളിലും അത് അറിയപ്പെടുന്നുണ്ട്. അത് assertive sentence എന്നോ affirmative sentence എന്നോ അറിയപ്പെടാം. രണ്ടാമതായി വരുന്നത് interrogative sentence ആണ്. അതോടൊപ്പം തന്നെ മൂന്നാമതായി വരുന്നത് imperative sentence ആണ്. പിന്നെ exclamatory sentence ആണ്. ഈ സെൻറ്റൻസിൻ്റെ നിർവചനം പറഞ്ഞുകൊണ്ട് താഴെ കൊടുക്കുന്ന ഉദാഹരണങ്ങളോടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ഓർ എക്സ്പ്രഷൻ ആൻഡ് ഒപ്പീനിയൻ. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ്. ആ തലവാചകത്തിൽ ഉള്ളതുപോലെ തന്നെ, ആ ഹെഡിങ്ങിൽ കാണുന്നത് പോലെ തന്നെ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഒരു ഡിക്ലെയർ ചെയ്യുന്ന ഒരു സെൻറ്റൻസാണത്. പ്രസ്താവന രൂപത്തിലുള്ള സെൻറ്റൻസ്. ഡിക്ലറേഷൻ നമുക്കറിയാം, പ്രസ്താവന. ആ പ്രസ്താവന രൂപത്തിലുള്ള സെൻറ്റൻസാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. എ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രസ്താവന. ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ, എക്സ്പ്രസസ് ആൻ ഒപ്പീനിയൻ. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു പ്രസ്താവന രൂപത്തിലുള്ള സെൻറ്റൻസാണ്. അതാണ് എക്സാമ്പിൾ നിങ്ങൾക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഒന്ന് നോക്കാം. The sun sets in the west. The sky is blue. They went to the park. The sky is blue എന്ന് പറയുന്നത് ഒരു പ്രസ്താവനയാണ്. They went to the park.
ആണ് തേർഡ് സെൻറ്റൻസ്. അതുപോലെ തന്നെ ഫസ്റ്റ് സെൻറ്റൻസ് ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നതോ ആകാശം നീലനിറമാണെന്നുള്ളതോ ദേ വെൻ ടു ദി പാർക്ക്, അവർ പാർക്ക് പോയി എന്നുള്ളതോ പ്രസ്താവന രൂപത്തിലുള്ള സെൻറ്റൻസാണ്. അപ്പോൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതോടൊപ്പം തന്നെ അടുത്തു വരുന്ന ഭാഗമാണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. എന്താണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്? ഇൻറ്ററോഗേഷൻ എന്ന വാക്ക് മനസ്സിലാക്കിയാൽ നമുക്കറിയാം ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്താണെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇൻറ്ററോഗേഷൻ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ചോദ്യ രൂപത്തിലുള്ള സെൻറ്റൻസാണ്, ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള സെൻറ്റൻസാണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. എ സെൻറ്റൻസ് വിച്ച് ആസ്ക്സ് എ ക്വസ്റ്റ്യൻ ഈസ് കോൾഡ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ എ ക്വസ്റ്റ്യൻ മാർക്ക്. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ആ നിർവചനത്തിൽ, ആ ഡെഫിനിഷനിൽ നിങ്ങൾക്ക് കാണാം ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ രൂപത്തിലുള്ളതോ അതോടൊപ്പം തന്നെ സെൻറ്റൻസിൻ്റെ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് കാണുന്ന സെൻറ്റൻസുമാണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ആ സെൻറ്റൻസിൻ്റെ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് കാണാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള സെൻറ്റൻസാണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം നിങ്ങൾ നോക്കൂ. ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്? നിങ്ങളുടെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? വേർ ഡിഡ് യു ഗോ ഓൺ വെക്കേഷൻ? നിങ്ങൾ അവധി ദിനത്ത് എവിടെയാണ് പോയത്? ഈസ് ഇറ്റ് ഗോയിങ് ടു റെയിൻ ടുഡേ? മഴ പെയ്യാൻ പോവുകയാണോ? ഇതൊക്കെ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസാണ്. ഇതൊക്കെ ചോദ്യരൂപത്തിലുള്ള സെൻറ്റൻസാണ്. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് സെൻറ്റൻസ് പഠിച്ചു, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് പഠിച്ചു, അതോടൊപ്പം ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് പഠിച്ചു. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഒരു ചോദ്യരൂപത്തിലുള്ള സെൻറ്റൻസാണ്. അടുത്തത് വരുന്നതാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. എന്താണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്? ആ ഡെഫിനിഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എ സെൻറ്റൻസ് വിച്ച് എക്സ്പ്രസസ് എ കമാൻഡ്, എ റിക്വസ്റ്റ് ഓർ എ വിഷ് ഈസ് കോൾഡ് ആൻ ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റോ ഒരു ആഗ്രഹമോ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള സെൻറ്റൻസാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കമാൻഡ് ഓർ റിക്വസ്റ്റ് ഓർ ഓർഡർ. അത് നിർദ്ദേശമായോ ഉത്തരവായോ അപേക്ഷയായോ വരുന്ന സെൻറ്റൻസുകൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് നമുക്ക് പറയാം. ഉദാഹരണം നോക്കൂ. പ്ലീസ് ക്ലോസ് ദി ഡോർ. അടുത്തത് ടേൺ ഓഫ് ദ ലൈറ്റ്. ദയവ് ചെയ്ത് ഡോർ അടക്കൂ എന്ന് പറയുമ്പോൾ തന്നെ അത് റിക്വസ്റ്റ് രൂപത്തിലുള്ളതാണ്. കമാൻഡിൻ്റെ രൂപത്തിലുള്ള സെൻറ്റൻസും വരാം. ടേൺ ഓഫ് ദ ലൈറ്റ്. അപ്പോൾ കമാൻഡ് ഓർ ഓർഡർ ഓർ റിക്വസ്റ്റ് ആയി വരുന്ന സെൻറ്റൻസുകളാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് നാം അർത്ഥമാക്കുന്നത്. നാലാമത്തെ സെൻറ്റൻസ് ടൈപ്പാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന വേർഡ് തന്നെ നിങ്ങൾക്കറിയാം. എക്സ്ക്ലമേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് അത്ഭുതം കുറിക്കുന്ന വാക്കുകളാണ്. അത്ഭുതം എന്നുള്ളതാണ് എക്സ്ക്ലമേഷൻ. ഡെഫിനിഷൻ നോക്കൂ. എ സെൻറ്റൻസ് വിച്ച് എക്സ്പ്രസസ് സച്ച് എ സഡൻ സ്ട്രോങ് ഫീലിംഗ് ഈസ് കോൾഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എ സെൻറ്റൻസ് വിച്ച് എക്സ്പ്രസസ് സച്ച് എ സഡൻ സ്ട്രോങ് ഫീലിംഗ്, പെട്ടെന്നുള്ള ശക്തമായ വികാരങ്ങളുടെ പ്രകടനമാണ്, അത്ഭുതങ്ങളുടെ പ്രകടനമാണ് ഈ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. ആ സെൻറ്റൻസിൻ്റെ ഒടുക്കം നമുക്കറിയാം എക്സ്ക്ലമേഷൻ മാർക്ക് കാണാം. ദർ മസ്റ്റ് ബി ആൻ എക്സ്ക്ലമേറ്ററി മാർക്ക് അറ്റ് ദി എൻഡ് ഓഫ് എ സെൻറ്റൻസ്. ഉദാഹരണം, വാട്ട് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ്. എത്ര അത്ഭുതകരമായ സൂര്യാസ്തമയമാണ്. എക്സ്ക്ലമേഷൻ മാർക്ക് കാണുന്നുണ്ട്, അവസാനം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്ക്ലമേറ്ററി മാർക്ക് കൊടുത്തുകൊണ്ട് തന്നെ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തുകൊണ്ട് തന്നെ അതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഐ കനോട്ട് ബിലീവ് വി വൺ ദി ഗെയിം. ഞങ്ങൾ ആ ഗെയിം വിജയിച്ചു എന്നുള്ളത് അത്ഭുതകരമായി തോന്നുന്നു. ഐ കാൺട്ട് ബിലീവ് വി വൺ ദ ഗെയിം. വി ഉള്ളതാണ് WO സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് അവിടെ ചേർത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഐ കനോട്ട് ബിലീവ് വി വൺ ദി ഗെയിം. നെക്സ്റ്റ് എക്സാമ്പിൾ, വാട്ട് എ ഫൂൾ ഹി ഈസ്. അവൻ എന്ത് വിഡ്ഢിയാണ്. എല്ലാത്തിനും എക്സ്ക്ലമേഷൻ മാർക്കോടുകൂടി സെൻറ്റൻസ് പൂർത്തിയാകുന്നു. ഇതാണ് 3 എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൻ്റെ ഉദാഹരണങ്ങൾ. അപ്പോൾ ഒടുക്കം സമ്മറൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും 4ഓളം പ്രധാനപ്പെട്ട സെൻറ്റൻസ് കാണാം.
ഒന്ന് ഡിക്ലറേറ്റീവ്, രണ്ടാമത്തെ ഇൻറ്ററോഗേറ്റീവ്, മൂന്നാമത്തെ ഇംപറേറ്റീവ്, നാലാമത്തെ എക്സ്ക്ലമേറ്ററി. ഓരോന്നിനും ഓരോ അതിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കുക, അതിൻ്റെ ഉദാഹരണം മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിനി അതോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്താൽ നമുക്ക് ഈ സെൻറ്റൻസ് ടൈപ്പ്, ഇംഗ്ലീഷിൽ വരുന്ന സെൻറ്റൻസ് ടൈപ്പുകൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. നോക്കൂ, വി ക്യാൻ സീ വൺ സെൻറ്റൻസ് കംസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. നമുക്ക് കാണാം ഒരു സെൻറ്റൻസ് തന്നെ പല രൂപത്തിൽ വരുന്നു, ഒരേ ആശയം തന്നെ പല രൂപത്തിൽ വരുന്നു. ഉദാഹരണം നോക്കൂ, ദ സ്കൈ ഈസ് ബ്ലൂ, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഈസ് ദ സ്കൈ ബ്ലൂ, അത് നീല നിറത്തിലുള്ള ആകാശമാണോ അത്? ലുക്ക് അറ്റ് ദ സ്കൈ, ഇംപറേറ്റീവ് സെൻറ്റൻസ്. ഇംപറേറ്റീവ് സെൻറ്റൻസ്. അതുപോലെ വാട്ട് എ ബ്യൂട്ടിഫുൾ സ്കൈ, അവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ചേർക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആശയം തന്നെ പല രീതിയിൽ പറയുന്നതാണ് ഇവിടെ കാണുന്നത്. ദ സ്കൈ ഈസ് ബ്ലൂ എന്ന് പറയുമ്പോൾ അത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആവുന്നു. ഈസ് ദ സ്കൈ ബ്ലൂ എന്ന് പറയുമ്പോൾ ചോദ്യമാണ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആവുന്നു. ലുക്ക് അറ്റ് ദ സ്കൈ നിർദ്ദേശം, കമാൻഡ് ആവുന്നു, അത് ഇംപറേറ്റീവ് സെൻറ്റൻസ് ആവുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ സ്കൈ എക്സ്ക്ലമേഷനാണ്, എക്സ്ക്ലമേറ്ററി അത്ഭുതം കുറിക്കുന്ന വാക്കുകളാണ്. അത് എത്ര മനോഹരമായ ആകാശമാണ് എന്ന് പറയുന്നത് അത്ഭുതം കുറിക്കുന്ന സെൻറ്റൻസാണ്. അത് ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസായി കാണാം. നമുക്ക് അതിൻ്റെ ഒരു ഭാഗം കൂടി നമുക്ക് മനസ്സിലാക്കാം. ചേഞ്ച് ദ ഫോളോയിങ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് ഇൻ ടു അതർ 3 ടൈപ്സ് ഓഫ് സെൻറ്റൻസ്. താഴെ കൊടുക്കുന്ന സെൻറ്റൻസിനെ ഒരു സെൻറ്റൻസ് തന്നെ 4 രീതിയിൽ പരസ്പരം മാറ്റാൻ നിങ്ങൾക്ക് മനസ്സിലാകണം. ഈ പരസ്പരം മാറ്റുന്ന സെൻറ്റൻസിനെ മാറ്റാൻ കഴിവുണ്ടെങ്കിൽ ആണ് നിങ്ങൾക്ക് ആ സെൻറ്റൻസുകൾ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ചേഞ്ച് ദ ഫോളോയിങ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഇൻ ടു അതർ 3 ടൈപ്സ് ഓഫ് സെൻറ്റൻസ്. ഒന്ന്, ദ കാറ്റ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദി സോഫ. അത് പ്രസ്താവന രൂപത്തിലുള്ള വാക്യമാണ്. ദ കാറ്റ് സോഫയിൽ ഉറങ്ങുന്നു. അതിനെ ചോദ്യമാക്കി മാറ്റിയാൽ ഈസ് ദ കാറ്റ് സ്ലീപ്പിംഗ് ഇൻ ദി സോഫ ഓൺ ദി സോഫ, സോഫയിൽ കാറ്റ് ഉറങ്ങുകയാണോ? അപ്പോൾ അത് തന്നെ ഇംപറേറ്റീവ് സെൻറ്റൻസായി കൽപ്പന, നിർദ്ദേശം പോലെ വരാം, ഉപദേശം പോലെ വരാം. അത് നോക്കുക, ചെക്ക് ഇഫ് ദ കാറ്റ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദി സോഫ. അടുത്തത്, ഹൗ ക്യൂട്ട് ദ കാറ്റ് ലുക്സ് സ്ലീപ്പിംഗ് ഓൺ ദി സോഫ, എക്സ്ക്ലമേഷൻ മാർക്ക്. അപ്പോൾ എത്ര മനോഹരമാണ് ആ കാറ്റ് ആ സോഫയിൽ ഉറങ്ങുന്നത് എന്ന് അത്ഭുതത്തോടു കൂടി പറയുന്നു. ആ അത്ഭുതത്തോടു കൂടി പറയുന്നതാണ് അവിടെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയി മാറുന്നത്. അപ്പോൾ ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ് ഒരു വ്യാകരണ നിയമങ്ങളിലെ ഒരു ഭാഗമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പരസ്പരം 4 രീതിയിൽ സെൻറ്റൻസിനെ മാറ്റാൻ നിങ്ങൾക്ക് മനസ്സിലാകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് ടൈപ്പ് എന്താണെന്നും സെൻറ്റൻസ് ടൈപ്പ് എങ്ങനെ പരസ്പരം മാറ്റാമെന്നും ഞങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ ആ ഭാഷയുടെ ഒരു ഭാഗം ഇന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഈ വ്യത്യസ്ത എപ്പിസോഡിൽ ഞാൻ ചാനലൈസ് ചെയ്യുന്ന ഈ ലെസൺസ് ഓരോന്നും നിങ്ങൾ അതുപോലെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇംഗ്ലീഷ് ഭാഷാ പഠനം നിങ്ങൾക്ക് ഈസിയായി മാറും. അതോടൊപ്പം തന്നെ ഈ അവസരത്തിൽ ലാസ്റ്റ് നിർദ്ദേശിക്കാനുള്ളത്, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അത് ഞങ്ങളെ എൻകറേജ് ചെയ്യുന്നു എന്നുള്ള കാണിക്കുന്നതാണ് ഈ കമൻറ്റിങ്ങും അതുപോലെ തന്നെ ഷെയറും സബ്സ്ക്രൈബും. കൂടുതൽ വീഡിയോ താങ്കൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തൽക്കാലം ഇത്